എമ്മാവൂസ് വെല്ലയുടെ 44-ാം വാർഷികത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന മാനന്തവാടി രൂപതയുടെ പ്രിയങ്കരനായ സഹായമെത്രാൻ മാർ അലക്സ് താരാമംഗലം പിതാവേ, ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത ശ്രീ OR കേളു അവറുകളെ, അദ്ദേഹം കേരള നിയമസഭയിലെ മന്ത്രിയാണ് എന്നതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ MLA കൂടിയാണ്. പ്രിയപ്പെട്ട കേളു സാറേ, ഇവിടെ വ്യത്യസ്തമായ റോളുകളിൽ ഈ വാർഷികാഘോഷത്തെ മനോഹരമാക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ബേബി, ഇടവക പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് കുട്ടി സാർ, തഹസിൽദാർ AJ അഗസ്റ്റിൻ, ഞങ്ങളുടെ പ്രിയങ്കരനായ വികാരി ബിജോ കറുകപ്പള്ളി അച്ഛ, CMC ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർമാർ, SKD സമൂഹത്തിൻ്റെ റീജിയണൽ സുപ്പീരിയർ, PTA പ്രസിഡന്റ് സജി സാർ, ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ ബ്രദർ പോളി, പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസ്സി, ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ജനറൽ കൗൺസിലേഴ്സ്, പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ്, വളരെ പ്രത്യേകമായി പ്രൊവിൻസിൻ്റെ വിക്കർ പ്രൊവിൻഷ്യൽ ബ്രദർ ജിയോ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട ബ്രദേഴ്സ്, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇവിടെയുള്ള അധ്യാപകരെ, സ്റ്റാഫ് അംഗങ്ങളെ, കുഞ്ഞുങ്ങളെ. പോളി ബ്രദർ എന്നോട് പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ 5 മിനിറ്റിൽ ഷോർട്ടായിട്ടൊന്ന് പറയാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കുകയുണ്ട്. MMB സമൂഹം മാനന്തവാടി രൂപതയിൽ കാലുകുത്തിയിട്ട് 44 വർഷം പൂർത്തിയാവുകയാണ്. 1980 ഇവിടെ അഭിവന്യ തുങ്കുഴി പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളിവിടെ വരുമ്പോൾ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പിന്തുണയും നൽകി ഇത്തരമൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ അഭിവന്യ തുങ്കുഴി പിതാവാണ് ഞങ്ങൾക്ക് വലിയ പ്രചോദനമായത്. തുങ്കുഴി പിതാവിന് അങ്ങനെയൊരു പ്രചോദനം ലഭിക്കാൻ കാരണം തൃശ്ശൂരിലുള്ള ആശാനിലയം എന്ന് പറയുന്ന സ്ഥാപനം, അത് ഞങ്ങൾ നടത്തുന്ന ഇത്തരത്തിൽപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു. 1980 വരെ ഇത്തരം സ്ഥാപനങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല. അല്പം ബുദ്ധിക്ക് വികാസം ഇല്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ പരസ്യമായി രംഗത്ത് അവതരിപ്പിക്കാൻ മാതാപിതാക്കൾ തയ്യാറാകാതെ വീടിൻ്റെ അകത്തളങ്ങളിൽ അടച്ചിട്ടിരുന്നൊരു കാലഘട്ടത്തിൽ MMB സഹോദരന്മാർ ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അഭിവന്യ പിതാവ് ആഗ്രഹിച്ചു, എൻ്റെ രൂപതയിൽ ഇത്തരമൊരു സ്ഥാപനം വേണമെന്നു. അങ്ങനെ പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ ഒരു ചെറിയ കെട്ടിടവും സ്ഥലവും തുടർന്ന് ആവശ്യമായ പ്രോത്സാഹനങ്ങളുമൊക്കെ നൽകി ഞങ്ങളെ വളർത്തിയത് അഭിവന്യ ജേക്കബ് തുങ്കുഴി പിതാവാണ്. പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതിനുശേഷം എമ്മാനുവൽ പിതാവും ഒരുന്നേടം പിതാവും അലക്സ് പിതാവും ആ കാലഘട്ടത്തിലെയും ഇപ്പോഴത്തെയുമുള്ള വൈദികരും സമർപ്പിതരും എല്ലാം ഈ എമ്മാവൂസ് വില്ലയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊണ്ടു നടന്നതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇന്ന് ഈ നിലയിലായിട്ടുള്ളത്. MMB സമൂഹം വെറും കൈയോടെയാണ് ഈ മാനന്തവാടിയിലേക്ക് വണ്ടി കയറിയത്. ഇന്ന് ഈ സ്ഥാപനത്തെ ഇത്തരത്തിൽ വളർത്തിയിട്ടുള്ളത് ഈ മാനന്തവാടി രൂപതയിലെ അഭിവന്യ പിതാക്കന്മാരും ജനറാളച്ചന്മാരും അതുപോലുള്ള സമർപ്പിതരും ആത്മായരും മാത്രമാണ് എന്ന് ഉറക്കെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. MMB സമൂഹത്തിന് ഇത്തരത്തിൽപ്പെട്ട 18 സ്ഥാപനങ്ങളാണുള്ളത്. ബുദ്ധിമാന്യം സംഭവിച്ചവരുടെയും കായമായിട്ടുള്ളവരുടെയും വികലാംഗരുടെയും തെരുവിൽ നലയുന്ന യുവാക്കളുടെയും ജയിൽ വിമോചിതരുടേതുമായിട്ടുള്ള 18 സ്ഥാപനങ്ങൾ. ഞങ്ങളുടെ സന്യാസ സഹോദരന്മാരാരും തന്നെ ഗവൺമെൻറ് തലത്തിലോ മറ്റു തലത്തിലോ 1 രൂപ പോലും സാലറി വാങ്ങാതെയാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ സമൂഹ സ്ഥാപകനായ സക്കറിയാസച്ചൻ 1948 ഞങ്ങളുടെ സമൂഹം രൂപീകരിക്കുമ്പോൾ
അന്ന് അദ്ദേഹം ഞങ്ങളുടെ ആദ്യകാല സഹോദരന്മാരായ 5 പേരോടായി പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, ദൈവജനത്തിന്റെ കാര്യങ്ങളിലേക്ക് ദൈവത്തിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം നോക്കിക്കൊള്ളൂ. 1948 ഞങ്ങളുടെ സമൂഹം സ്ഥാപിച്ചതിന്റെ പിറ്റേ വർഷം ഈ അർത്ഥികളെ വെച്ചുകൊണ്ട് അഭിവന്യ ഞങ്ങളുടെ പ്രിയപ്പെട്ട സക്കറിയാസച്ചൻ ഇരിങ്ങാലക്കുടയില് ദൈവപരിപാലന ഭവനം എന്ന് പറയുന്ന ഒരു ഭവനം അപ്പച്ചന്മാർക്കായി തുടങ്ങി. കഴിഞ്ഞ വർഷം അതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയായിരുന്നു. ഏകദേശം 75 വർഷത്തെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഞാൻ ഒരു സ്ഥാപനത്തിന് ഉദാഹരണം പറയുന്നതാണ്. 2000-ലധികം പ്രായമായ അപ്പച്ചന്മാരെ തെരുവിൽ നിന്നെടുത്ത് മക്കൾ നോക്കാത്തതും അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ആയിട്ട് തള്ളപ്പെട്ട തഴയപ്പെട്ട ആ അപ്പച്ചന്മാരെ അവിടെ സംരക്ഷിക്കാനായി ഞങ്ങൾക്ക് കഴിഞ്ഞു. ഏകദേശം അവിടെ 900-ഓളം അപ്പച്ചന്മാര് നല്ല മരണം പ്രാപിച്ചിട്ടുണ്ട്. ചിലവയെല്ലാം അവരുടെ കൗൺസിലിങ്ങിലൂടെയും മറ്റുമായിട്ട് അവരുടെ വീടുകളിലേക്ക്, മക്കളുടെ അടുത്തേക്ക്, ഭാര്യമാരുടെ അടുത്തേക്ക് തിരിച്ചെത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇത്തരത്തിൽപ്പെട്ട 18 സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഈ സെന്റ് തോമസ് പ്രോവിൻസ് തന്നെ നടത്തുന്നുണ്ട്. മാനന്തവാടിയിൽ ആദ്യമായി വന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണ്. എൻ്റെ കൂടെ അന്ന് ക്ലെമന്റ് ബ്രദറുണ്ട്, തോമസ് ബ്രദറുണ്ട്, അതുപോലെ തന്നെ എൽസിയർ ബ്രദറുണ്ട്. എൻ്റെ കൂടെയല്ല, അവരുടെ കൂടെ ഞാനുണ്ട്. അങ്ങനെയാണ് ഈ എമ്മാവൂസ് വില്ല 4 കുഞ്ഞുങ്ങളിൽ നിന്ന് ആരംഭിച്ചത്. ഇന്നിവിടെ 100-ലധികം കുഞ്ഞുങ്ങൾ പഠന പരിശീലനം നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച പരിപാടികൾ നാം കണ്ടു കഴിഞ്ഞു. ഇനിയും ഇതിനേക്കാൾ മികച്ച പരിപാടികൾ അകത്തളങ്ങളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, വിദ്യാഭ്യാസത്തെ പറ്റി ഓരോ കുഞ്ഞിലുമുള്ള കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് വളർത്തി അവരെ സമൂഹത്തിലേക്ക് ഇറക്കുന്നതാണ് അധ്യാപനം. പ്രത്യേകിച്ചും ഇത്തരത്തിൽപ്പെട്ട കുട്ടികളെ ആകുമ്പോൾ ഇവിടുത്തെ അധ്യാപകർ അനുഭവിക്കുന്ന ത്യാഗം, അവരുടെ സഹനം, അവരുടെ കഷ്ടപ്പാട് എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നമ്മുടെ ഭവനങ്ങളിൽ ഇത്തരത്തിൽപ്പെട്ട ഒരു കുഞ്ഞുണ്ടെങ്കിൽ നോക്കാൻ നാം പ്രയാസപ്പെടുമ്പോൾ 100-ലധികം കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളെ പോലെ കരുവ് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, സ്റ്റാഫ് അംഗങ്ങളെ, നിങ്ങളെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ സമൂഹത്തിന്റെ എല്ലാ സഹോദരന്മാരുടെയും ഹൃദയത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ ഇവിടുത്തെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും നല്ലൊരു കയ്യടി കൊടുക്കാൻ ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മഹാത്മാഗാന്ധി പറയുന്ന മറ്റൊരു വാചകം ഇതാണ്: വിശുദ്ധമായ സംസ്കാരവും വിശാലമായ വീക്ഷണവും പകരുന്നതാണ് വിദ്യാഭ്യാസം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അപജയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ പത്രത്തിൽ നാം വായിക്കുന്നുണ്ട്, കുട്ടികളുടെ 10ാം ക്ലാസ്സിലെ സെന്റ് ഓഫില് മദ്യവും മയക്കുമരുന്നുമാണ് വിതരണം ചെയ്യുന്നത്. അവിടെ കത്തിക്കുത്ത് നടക്കുന്നു. ഓരോ ദിവസത്തെയും മാധ്യമങ്ങളിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനാവാത്ത വിധം അത്രമാത്രം വിദ്യാഭ്യാസ മേഖല അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ കുഞ്ഞുങ്ങളെയല്ല കുറ്റം പറയേണ്ടത്. നമ്മുടെ ക്രൈസ്തവ പ്രാർത്ഥനയില് ഞാൻ പിഴ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ പറയുന്ന പോലെ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ എന്ന് ഓരോ രാഷ്ട്രീയക്കാരൻ, ഓരോ മാതാപിതാക്കളും ചിന്തിക്കണം. ഈ നാടിനെ ഇത്തരത്തിലെ ജാക്യതയുടെ പങ്ക് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധമായ സംസ്കാരവും വിശാലമായ വീക്ഷണവും നമുക്ക് നൽകാനാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഫലമില്ല. എന്നാൽ ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തില് ഇവിടുത്തെ വാർഷികത്തില് ഒരംഗം ഉണ്ടാകില്ല. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ എത്രയോ നിഷ്കളങ്കരാണ്. ഇവരറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുന്നില്ല. ഞാൻ പരുത്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിൽപ്പെട്ടൊരു സ്ഥാപനത്തിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ ഗുരുവായൂർ കോളേജിൽ നിന്ന് 150 കോളേജ് പെൺകുട്ടികൾ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കാൻ വന്നു. അവരവിടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി പാടി ആടി പലതും കാണിച്ചു.
ആ കോളേജ് വിദ്യാർത്ഥിനികളും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉപദേശം കൊടുക്കാമോ? ഞാൻ ആ പെൺകുട്ടികളെ 150ഓളം പെൺകുട്ടികളും 4 സിസ്റ്റേഴ്സുമുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഉപദേശമാണ് അവർക്ക് കൊടുക്കുക? ബ്രദർ, എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് കണ്ടു, എന്തു മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും കിട്ടിയോ? അവരൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ ഈ മക്കളെ നിങ്ങൾ കണ്ടില്ലേ, ഇവരെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ പറഞ്ഞു, നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു, നല്ല മിടുക്കന്മാരായിട്ടിരിക്കുന്നു, അവര് സന്തോഷമുള്ളവരാണ്. ആ സന്തോഷമുള്ളവരാണ് എന്നുള്ള വാക്കിൻ പിടിച്ചുകൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സന്തോഷമുള്ളവരാ? നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കുടുംബത്തിലാണ് നിങ്ങൾ ജനിച്ചത്, പക്ഷേ നിങ്ങൾ സന്തുഷ്ടരാണോ? ബർത്ത്ഡേക്ക് നല്ല ഡ്രസ്സ് ലഭിക്കാത്തതിന്റെ പേരില്, നല്ല മൊബൈൽ ഫോൺ ലഭിക്കാത്തതിന്റെ പേരില്, കൂട്ടുകാരോടൊപ്പം ആഘോഷിക്കാൻ വിടാത്തതിന്റെ പേരില് മാതാപിതാക്കളോട് വഴക്കടിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൈബന്ധിക്കാൻ പറഞ്ഞു. കുറച്ചു നേരത്തേക്ക് ആരും കൈബന്ധിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ ഓരോ കൈകളായി പൊന്താൻ തുടങ്ങി. എല്ലാ കൈകളും പൊന്തി. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ, ഈ ചേട്ടന്മാരെ നിങ്ങളൊന്ന് നോക്കിയേ. ഇവർക്ക് നല്ല ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിലോ, നല്ല ഡ്രസ്സ് കിട്ടാത്തതിന്റെ പേരിലോ, നല്ല സിനിമയ്ക്ക് വിടാത്തതിന്റെ പേരിലോ, മൊബൈൽ ഫോൺ കിട്ടാത്തതിന്റെ പേരിലോ ഇവർ ഇന്ന് വരെ ആരോടും വഴക്കുണ്ടാക്കിയിട്ടില്ല. ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കിയിട്ടല്ല ഇവർ ഭക്ഷിക്കാറ്. പക്ഷേ നിങ്ങൾ ഇതിന്റെയൊക്കെ പേരില് നിങ്ങളുടെ മാതാപിതാക്കളോട് വഴക്കടിക്കുമ്പോൾ നിങ്ങളാണോ സന്തോഷമുള്ളവര്, ഇവരാണോ സന്തോഷമുള്ളവര് എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ 2 കൊല്ലം 3 കൊല്ലം ഞങ്ങളുടെ ക്ലാസ് മുറിയിൽ ഇരുന്ന് കൊടുക്കാൻ പറ്റാത്തത് 2 മിനിറ്റ് കൊണ്ട് ബ്രദറിന് കൊടുക്കാനായി നന്ദി എന്ന് അവരവിടെ വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതി വെച്ചു. പ്രിയപ്പെട്ട ഇത്തരത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളോടൊരു വാക്ക് പറയാനോ? ദൈവം ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടാണ് ഓരോ കുഞ്ഞിനെയും ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഇത്തരത്തിൽപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് അയക്കണമെന്ന് തോന്നിയപ്പോൾ അതിന് നിങ്ങളാണ് പറ്റിയതെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളെ ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചത്. വിശുദ്ധരായ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയാണ് ദൈവം നിങ്ങളുടെ കൈകളിൽ തന്നത് എന്നുള്ള ആ വലിയ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ സങ്കടങ്ങൾ സന്തോഷമായി മാറും. ഇന്നിവിടെ ഓരോ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരെത്രയോ അഭിമാനത്തോടെയാണ് ആ കുഞ്ഞുങ്ങളെ വീക്ഷിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇതൊന്നും നിങ്ങളെ ദുഃഖിപ്പിക്കാൻ ഇടവരുത്തരുത്. ദൈവമാണ് ഒരു കുഞ്ഞിനെ സൃഷ്ടിച്ചതെങ്കിൽ, ദൈവമാണ് ഒരു കുഞ്ഞിനെ നിങ്ങളുടെ കൈകളിൽ തന്നതെങ്കിൽ, നിങ്ങൾക്ക് മുൻപേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ എമ്മാവൂസ് പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ദൈവം പല സ്ഥലങ്ങളിലാക്കി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് നോർമൽ കുഞ്ഞുങ്ങളെ നോക്കാനാ പാട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ എളുപ്പ. നോർമൽ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് മാതാപിതാക്കൾ ഒരുപാട് വിഷമിക്കുന്ന കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം നീട്ടി പറയുന്നില്ല. ഇന്ന് ഈ സ്ഥാപനത്തിൽ ഇത്തരമൊരു വാർഷികം നടത്തുമ്പോൾ ഈ വാർഷികാഘോഷത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഞാനിവിടെ നേരുകയാണ്. ഹോളി ബ്രദറിനും സെബിൻ ബ്രദറിനും പ്രിൻസിപ്പൽ സിസ്റ്റർ ജെസ്സിക്കും കൂടെ നിൽക്കുന്ന എല്ലാ സഹോദരിമാർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഇന്ന് എമ്മാവൂസ് വില്ല ഞങ്ങളുടെ 2 സഹോദരന്മാരുടെ മിടുക്കുകൊണ്ടല്ല നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, നിങ്ങൾക്കും അറിയാം. ഞാനിവിടെ ക്രൈസ്റ്റ് സന്യാസിനി സമൂഹത്തിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ അനിലിറ്റ് ഇവിടെ ആശംസകൾ പറയുന്നുണ്ട്. ക്രൈസ്റ്റ് സന്യാസിനി സമൂഹത്തിന്റെയും CMC സന്യാസിനി സമൂഹത്തിന്റെയും SKD സന്യാസിനി സമൂഹത്തിന്റെയും പരിഗണനയും പരിലാളനയും ഇല്ലായിരുന്നതെങ്കിൽ ഇന്നത്തെ എമ്മാവൂസ് ഈ തരത്തിലുള്ളൊരു എമ്മാവൂസായി മാറുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ക്ലാര സമൂഹത്തിന്റെ മുൻ പ്രൊവിൻഷ്യലും മുൻ ചണ്ടാളൊക്കെ ആയിട്ടുള്ള സിംഗ്ലയറമ്മയും സ്റ്റെഫിനാമയും മറ്റു സമൂഹങ്ങളിലെ പ്രൊവിൻഷ്യന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വലിയ പ്രോത്സാഹനത്തിന്, നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിന്
ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, 80കളിൽ ഇതൊന്നും സ്കൂളിൻ്റെ ചായയിൽ വച്ചിട്ടുള്ളൊരു സ്ഥാപനങ്ങളല്ല ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. 80കൾക്ക് ശേഷമാണ് ഇത്തരത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ സ്കൂളിലത്തെ ലെവലിലേക്ക് ഉയർത്താൻ തുടങ്ങിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട ആണിക്കൽ എന്ന് പറയുന്നത് MMB സഹോദരനുമല്ല, ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിലെ ഒരു പെർപ്പത്വാമയാണ്. പെർപ്പത്വാമയുടെ റിട്ടയർമെന്റ് കാലഘട്ടത്തിൽ അമ്മ വെറുതെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ സന്ദർശിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പരിശീലനം നൽകാൻ തുടങ്ങി. പെർപ്പത്വാമ തുടങ്ങി വെച്ച ആ അക്ഷരക്കളരിയാണ് ഇന്ന് കാണുന്ന എമ്മാവൂസിന്റെ ഒരു പരിധി വരെയുള്ള തുടക്കം. ഞങ്ങളിവിടെ ഇത്തരത്തിൽ മാതാപിതാക്കൾ നോക്കാൻ പറ്റാത്ത കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നപ്പോൾ അതിന് ഇത്തരമായ ഒരു വിശാലമായ വീക്ഷണം കൊടുക്കാൻ, വിശുദ്ധമായ ഒരു സംസ്കാരം കൊടുക്കാൻ മുൻപന്തിയിൽ വന്ന ആദ്യത്തെ വ്യക്തി പെർപ്പത്വാമയാണ്. അതിനുശേഷം ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിൽ നിന്നും, CMC സന്യാസിനി സമൂഹത്തിൽ നിന്നും, SKD സന്യാസിനി സമൂഹത്തിൽ നിന്നും, അതുപോലെ തന്നെ മറ്റു സന്യാസിനി സമൂഹങ്ങളിലൊക്കെ ഒരുപാട് സഹോദരിമാര് തങ്ങളുടെ അധ്വാനവും കഴിവും ത്യാഗവും ഒക്കെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന, ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർക്കുന്ന പ്രിയപ്പെട്ട പിതാക്കന്മാരെ, പ്രിയപ്പെട്ട ഈ രൂപതയിലെ അച്ഛന്മാരെ, പ്രിയപ്പെട്ട സന്യസ്ത വൈദികരെ, പ്രത്യേകം MCBS സഹോദര അച്ഛന്മാരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും അവരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ അവരുടെ വലിയ സഹകരണമുണ്ട്. അതുപോലെ തന്നെ ബിജു അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബിജു അച്ഛൻ ഞങ്ങളുടെ തന്നെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് ഇവിടെ കഴിയുന്നത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അച്ഛനെ ബസ്തേന്തി എഴുതാനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടുത്തെ മെമ്പർ ആക്കുന്നില്ല എന്നേ ഉള്ളൂ. അത്രമാത്രം ഈ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളെ സ്വന്തമായി കരുതുന്ന ബിജു അച്ഛനും എല്ലാ സമർപ്പിതർക്കും, പ്രത്യേകിച്ച് CST CMS പ്രദേശമൊക്കെ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട്, പള്ളോട്ടയും സെക്രാട്ടിക് പ്രദേശമൊക്കെ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ത്യാഗം കൊണ്ടും ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന, എമ്മാവൂസിന്റെ വളർച്ചയിൽ അഭിമാനപൂർവ്വം സഹകരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് MMB സമൂഹത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഓരോ വ്യക്തികൾക്കും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.